Good afternoon. Okay. എല്ലാവരും കിട്ടിയോ? എത്ര പേരായി? 25 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. Okay, read down. Okay, ഇപ്പൊ ജോയിൻ ചെയ്യണവര് ചെയ്യട്ടെ അല്ലേ? അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? CSSDയിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഓരോരുത്തരൊക്കെ വന്നേയുള്ളോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD. CSSDയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു പറഞ്ഞത് അല്ലെ? ഏതൊക്കെയായിരുന്നു? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ അവിടെ ഒരു മെക്കാനിക്കൽ ഡയല് ഇത് വെച്ചിട്ട് ഒരു മെഷീനിലൂടെ തന്നെ നമ്മൾ അതിന്റെ ഈ ആ സ്റ്റെറിലൈസേഷന്റെ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ, ഇതൊക്കെ ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിലൂടെ നീളമുള്ള ആ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്, ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ 2 എക്സാമ്പിൾ എഴുതിയായിരുന്നു. അത് എക്സാമ്പിൾ ചോദിക്കില്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതാണ്. മെക്കാനിക്കൽ ഡയല്, ഇലക്ട്രോണിക് ഡിസ്പ്ലേ, അതൊക്കെ നമ്മൾ ഇതിനകത്ത് CSSDയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇനി രണ്ടാമത്തെയാണ് നമ്മൾ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് നമ്മൾ വെക്കുമ്പോൾ അതിന്റെ കൂടെ ഈ നമ്മൾ ഏതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ബോവി ടെക്സ്റ്റ് പാക്ക് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ് ഇതിങ്ങനെ വെക്കും. എന്നിട്ട് അപ്പൊ അതിനകത്ത് നമ്മൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ, നമ്മൾ എടുക്കുമ്പോൾ ആ സ്ട്രിപ്സിന്റെ കളർ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാം. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്റ്റെറിലൈസേഷനും കഴിഞ്ഞു ഓക്കെ ആയെന്ന് പറയാം. ഇനി ചിലപ്പോ ചില ഡോട്ടുകൾ പോലെയോ അല്ലെങ്കിൽ അത് കളർ ചേഞ്ച് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിലോ വര പോലെയൊക്കെയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് അല്ല, നോട്ട് കംപ്ലീറ്റഡ്, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അവിടെ എന്താണ്? അവിടെ മൈക്രോ ഓർഗാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ആംബ്യൂൾ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ പടം നിങ്ങൾക്ക് കാണാലോ, അതിനകത്ത് നമ്മൾ സൊല്യൂഷൻ ഇട്ടിട്ട് മൈക്രോ ഓർഗാനിസംസിനെ അതിന്റെ ഒപ്പം തന്നെ വെക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്നിട്ട് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആംബ്യൂൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ കളർ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ സൊല്യൂഷന്റെ കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. അവിടെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇല്ല, ഒന്നും മൈക്രോ ഓർഗാനിസംസ് ഒന്നും അവിടെ ഇല്ല, അതിന്റെ ഗ്രോത്ത് അവിടെ ഇല്ല. അപ്പൊ ആ കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി നമ്മൾ എടുക്കുമ്പോൾ അവിടെ കളർ ചേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് എന്താ? അവിടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്, ഫെയിൽ ആണ്, സ്റ്റെറിലൈസേഷൻ ഫെയിൽ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോത്ത് ഉണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് ബാസിലസ് ആക്ടോഫിയസ്. സ്പെല്ലിംഗ് ഞാൻ പറയാം. ബാസിലസ് BACILLUS, BACILLUS, Bacillus actophius, PHAEUS, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ അത്. ബാസിലസ് ആക്ടോഫിയസ്, BACILLUS, ആക്ടോഫിയസ്, PHAEUS. ഓക്കെ, ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ 3 ഇൻഡിക്കേറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി അല്ലെ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, മീനിങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അശ്വതി ഇവിടെ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിതരണം ചെയ്യുക.
നിങ്ങൾക്ക് അറിയാലോ, വിതരണം ചെയ്യുക. ഓക്കെ, നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ, +2 ആണ്. അത് മുതൽ നല്ല ഒത്തിരി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ വരെ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറെ നാള് ഗ്യാപ്പിട്ട് ക്ലാസ്സിൽ കയറിയിട്ട് ഉള്ളവരുണ്ടാകാം. ഗ്യാപ്പിട്ട് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ? കുറെ നാള് നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടില് മാരേജ് ഒക്കെ കഴിഞ്ഞ് വീട്ടു ജോലികളൊക്കെ ആയിട്ട് അങ്ങനെ ജോലിക്കൊന്നും പോകാതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലെ? ഷഹ്മ, ഷെറീൻ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവാം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് നിങ്ങൾക്കത് എന്താ പറയാ മീനിങ് ഒക്കെ കിട്ടണമെന്നില്ല. നമ്മൾ കുറെ നാളായിട്ട് അല്ലെ നമ്മൾ ഉപയോഗിക്കാതിരിക്കായിരുന്നു. നമ്മൾ ഇതൊക്കെ പഠനം കഴിഞ്ഞ് നമ്മൾ അവിടെ അടച്ചു വെച്ച് അല്ലെങ്കിൽ ജോലിയുടെ പുറകെ അല്ലെങ്കിൽ വീട്ടിലെ പ്രാരാബ്ദത്തിന്റെ ഒക്കെ പുറകെ പോണവര് അങ്ങനെയും ഒത്തിരി ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അറിയാവുന്നവര് നോട്ട് എഴുതി ഞാൻ പറയില്ല, ഓൾറെഡി അറിയാലോ. എങ്കിലും തീരെ അറിയാത്തവരും ഉണ്ടാകും. അങ്ങനെയുള്ളവര് നിങ്ങളുടെ ടെക്സ്റ്റില് എന്തെങ്കിലും മീനിങ്ങോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊനൗൺസിയേഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് നോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാട്ടോ. മറ്റു ആരെയും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതാറില്ലേ സ്കൂളിലെ ലെക്ചർ നോട്ടൊക്കെ എഴുതിക്കാറില്ലേ? നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞങ്ങളോട് അതിനനുസരിച്ചാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരെയും നോക്കണമല്ലോ, എല്ലാ ലെവലിലുള്ളവരെയും നമ്മൾ പരിഗണിക്കണം. നമ്മൾ അതുകൊണ്ട് പതുക്കെ നമ്മൾ അധികം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾ ക്ലാസ് തന്നു പോകുന്നതും ഇത്രയും ബാച്ചുകളായിട്ട് നമുക്ക് ഇതുവരെയും എല്ലാവരും നമുക്ക് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചാണെങ്കിലും നല്ല പെർഫെക്റ്റ് ക്ലാസ് ആണ് എന്നുള്ളത് നമ്മൾ ഇത്രയും ബാച്ചുകളായി നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ്സുകൾ കൊടുത്തു പോരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നും ക്ലിയർ ആവുന്നില്ല എങ്കിൽ ക്ലാസ്സിൽ തന്നെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ടാട്ടോ. ഞാൻ ആദ്യത്തെ ക്ലാസ് തുടങ്ങി പറയുന്നതാണ്, എത്ര വട്ടം പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എക്സാമിനാണെങ്കിലും ഫുള്ള് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനകത്ത് ഓരോന്നും നമ്മൾ പറയുമ്പോഴും നമ്മുടേതായ രീതിയിൽ നോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആർക്കെങ്കിലും ക്ലാസ്സിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുമോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റാത്തവരുണ്ടോ? എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തിടണേ. ഓക്കെ ആണോ? ഇങ്ങനെയൊക്കെ നമുക്ക് ഫോളോ ചെയ്താൽ മതിയോ? ഇങ്ങനെയൊക്കെ നമ്മുടെ ക്ലാസ് നോക്കി പോയാൽ മതിയല്ലേ? ഓക്കെ 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 യെസ്. അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? വിതരണം ചെയ്യുക എന്നല്ലേ? CSSDയില് നമ്മൾ ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ വിതരണം ചെയ്യണമല്ലോ. അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങി നമ്മൾ പല പ്രോസസ്സുകൾ നമ്മൾ ആ ഫങ്ഷണൽ ഏരിയാസ് ഒക്കെ ഓർഡർ അനുസരിച്ച് നമ്മൾ പഠിച്ചാണ്. അതൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കണം അല്ലെ? ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ നമ്മൾ അത് തിരിച്ചു കൊടുക്കണം. അപ്പൊ അതെങ്ങനെ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? പല രീതികളിലൂടെയാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ്, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പൊ പല തിരക്കുകളിലുള്ളവരുണ്ടാവും. നമുക്ക് റെക്കോർഡ് ക്ലാസ് ഓൾറെഡി അവൈലബിൾ ആണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവര് റെക്കോർഡ് ക്ലാസ് സമയം പോലെ നിങ്ങളൊന്ന് കാണുക, അങ്ങനെ പോകുക കേട്ടോ. അപ്പൊ നമുക്ക് പല തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും ചിലപ്പോൾ കയറാൻ പറ്റണമെന്നില്ല. പക്ഷെ നിങ്ങൾ സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച് ഇതൊക്കെ ഒന്ന് ക്ലാസ്സുകളൊക്കെ ഒന്ന് റെക്കോർഡ് ക്ലാസ് ആയിട്ടാണെങ്കിലും കാണുക. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് പേര് കേട്ടിട്ടൊന്നും ആരും പേടിക്കണ്ട കേട്ടോ. സംഭവം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ റിക്വസിഷൻ സിസ്റ്റം, മൂന്നാമത്തെ ഗ്രോസറി സിസ്റ്റം, നാലാമത്തെ വാട്ടർ സിസ്റ്റം. അപ്പൊ അങ്ങനെ 4 രീതിയിലാണ് CSSDയില് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഏതൊക്കെയാണ് ആ പേരുകൾ ഒന്നുകൂടി മനസ്സിലേക്ക് വന്നേ? ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, വാട്ടർ സിസ്റ്റം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനകത്ത് എന്താണെന്നറിയോ? ഈ തന്നേക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇവിടെ ഇതിനകത്ത് നിന്ന് ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാന്നുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ഇത് തരും. എന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് എന്നുള്ളത് നമ്മളോട് എഴുതാനാ പറയുന്നത്.
അല്ലാതെ ഇതിന്റെ നമ്മള് എന്താ പറയാ നോട്ടായിട്ട് എഴുതാനല്ല, ഇത് തരും, ആൻസർ അവിടെ തരും അവര്. എന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്, വരുന്നതാണ് എന്നാണ് ആൻസർ. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ആൻസർ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആൻസർ 4 എണ്ണം ആൻസർ നമ്മൾ പഠിച്ചു വെച്ചു. ക്ലീൻ ഫോർ ഡയറക്റ്റ് എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. ഫസ്റ്റ് ഇത് നോക്കിയേ, റിക്വസിഷൻ സിസ്റ്റം ക്ലീൻ ഫോർ ഡയറക്റ്റ് എക്സ്ചേഞ്ച് എങ്ങനെയാ നോക്കിയേ. A sterilized article is provided at the CSST issue counter in exchange for a used one at any time. എന്താ പറഞ്ഞേക്കുന്നത്? ഈ സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ്, സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സുകൾ, ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളൊക്കെ, അതെങ്ങനെയാ? ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ CSST ഇഷ്യൂ കൗണ്ടർ ഇൻ എക്സ്ചേഞ്ച് ഫോർ എ യൂസ്ഡ് വൺ അറ്റ് എനി ടൈം. അതായത് ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ് ചെയ്ത ആർട്ടിക്കിൾസ് അല്ലെ എക്യുപ്മെന്റ്സ് CSST ഇഷ്യൂ കൗണ്ടറിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുക, നമുക്ക് എന്ത് സാധനം വേണ്ടേ എന്നുള്ളത് കടയിൽ എപ്പോഴും അവൈലബിൾ ആണ് അവിടെ, അല്ലെ? അതുപോലെ നമുക്കിപ്പോ ഏതാണോ വേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഏതാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് എപ്പോഴും ആ CSST കൗണ്ടറിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അതാണ് ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത്. എന്താ? ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSST ഇഷ്യൂ കൗണ്ടറിൽ നൽകിയിട്ടുണ്ട്. ക്ലിയർ ആയോ അതിന്റെ മീനിങ്? എപ്പോഴാണെങ്കിലും ഇപ്പൊ എനിക്കിപ്പോ ആവശ്യമാണെങ്കിൽ നമ്മൾ നേരെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ആ എക്യുപ്മെന്റ്സ് അവിടെ അവൈലബിൾ ആണ്. എപ്പോ വേണമെങ്കിലും നമുക്കത് വാങ്ങാം, അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ കടയിൽ പോകുമ്പോ സാധനങ്ങൾ, ഇപ്പൊ നമുക്ക് പച്ചക്കറി മേടിക്കാൻ പോകണം, പച്ചക്കറി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനം വെച്ചാൽ അവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കും, അല്ലെ? കടയിൽ പോയി നമ്മൾ സാധനം വാങ്ങുന്നത്, പലയിടത്തെ സാധനങ്ങളാണ് നമുക്ക് വാങ്ങേണ്ടത്, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. അതുപോലെ എല്ലാ ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് CSST കൗണ്ടറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് ആർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്യാണ്. അതാണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. എല്ലാം ക്ലീൻ ആണ്, അതായത് എപ്പോഴും നമുക്ക് എക്സ്ചേഞ്ച്, ഏത് എക്സ്ചേഞ്ച് സമയത്തും നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടുന്ന് വാങ്ങാവുന്ന രീതിയിൽ കുറച്ച് ആർട്ടിക്കിൾസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എന്നിട്ട് നിങ്ങൾ നോക്കണം അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ കാര്യം വിച്ച് ഓഫ് ദ ഇപ്പൊ കൊടുത്തതല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ സ്റ്റെറിലൈസ് ചെയ്തതുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് വാങ്ങാം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ചെന്നിട്ട് എപ്പോ വേണമെങ്കിലും നമുക്കത് ഓർഡർ അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ഓരോന്നിലും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പൊ അവിടെ സ്റ്റെറിലൈസ് ചെയ്ത കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ടാവും, നമുക്ക് അത് മേടിക്കാം. ആ ഒരു ഇതിന് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടെ ക്ലീൻ ഫോർ ഡയറക്റ്റ് എക്സ്ചേഞ്ച് എന്നുള്ളതിൽ വരുന്നത്. അതാണ് ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ് ചെയ്ത ആർട്ടിക്കിൾസ് എപ്പോഴും അവിടെ പ്രൊവൈഡ് ചെയ്യും. CSST കൗണ്ടറിൽ അവിടെ അവൈലബിൾ ആയിരിക്കും. അതാണ് ഞാൻ എന്താ പറഞ്ഞ കടയിൽ നമ്മൾ സാധനം പോയി വാങ്ങുന്നില്ല, അതുപോലെ. ഇനി രണ്ടാമത്തെ നോക്കിയേ, റിക്വസിഷൻ സിസ്റ്റം. റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡ് ബൈ ദ യൂസേഴ്സ് ഓൺ എ ഡെയിലി ഓർ റെഗുലർ ബേസിസ് ആൻഡ് ഗാതേർഡ് ബൈ ദം അറ്റ് എ CSST കൗണ്ടർ. ഇവിടെ എങ്ങനെയാ? റിക്വസ്റ്റ് അനുസരിച്ചാണ്, അതായത് യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അങ്ങനെ നമ്മുടെ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ഡെയിലി ആയിട്ട് അത് ആവശ്യപ്പെടുകയും അതവിടെ CSST കൗണ്ടറിൽ ശേഖരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചാണ്, അത്രയും നോക്കി വെക്കാം. ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡ് ബൈ ദ യൂസേഴ്സ് on a daily basis and gathered by them at a CSST counter. അപ്പൊ ഡിമാൻഡ് അനുസരിച്ചാണ് അത് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. ഡിമാൻഡ് ബൈ ദ യൂസേഴ്സ്. അതിൽ നിന്ന് തന്നെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാലോ. അത് റിക്വസിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡിമാൻഡ്
articles needed are demand by the users. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏതിനകത്ത് വരുന്നതാണ്, റിക്വസ്റ്റ് അനുസരിച്ചാണ്, ഡിമാൻഡ് അനുസരിച്ചാണ് ആർട്ടിക്കിൾസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഡെയിലി ബേസിൽ ആവശ്യപ്പെടുകയും അതവിടെ കൗണ്ടറിൽ നമ്മൾ C60 കൗണ്ടറിൽ ശേഖരിക്കുകയും ചെയ്യും. അതനുസരിച്ചായിരിക്കും അവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രോസറി സിസ്റ്റം ആണ്. ഗ്രോസറി എന്ന് പറഞ്ഞാൽ നോക്കി എങ്ങനെയാണ്, ഈച്ച് യൂസേഴ്സ് ഡിമാൻഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ആർ ഡെലിവേർഡ് അറ്റ് suitable intervals regardless of whether the content have been used or not. അവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അതായത് കണ്ടന്റ് നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ, കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ നമുക്ക് ഓരോ യൂസേഴ്സിനും ഒരു നിശ്ചിത കാലയളവില് ഡിമാൻഡിന് അനുയോജ്യമായിട്ടുള്ള ഇന്റർവെല്ലുകളിൽ അത് വിതരണം ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ടോ, നമ്മൾ കൊടുത്ത ഇത് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്തായാലും കുഴപ്പമില്ല, ഒരു പ്രത്യേക സ്പെസിഫിക് പീരീഡില് അത് സ്യൂട്ടബിൾ ഇന്റർവെല്ലില് എന്ത് ചെയ്യാണ്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. Each user's demand for a specific period are delivered at a suitable intervals regardless of whether the content have been used or not. അതൊന്ന് നോട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടന്റ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ അവിടെ നമ്മൾ ഓരോ യൂസേഴ്സിനും ഒരു നിശ്ചിത കാലയളവില് ഓരോ പീരീഡിലാണ്, അത് സ്പെസിഫിക് പീരീഡില് അത് ഒരു സ്യൂട്ടബിൾ ഇന്റർവെൽസിൽ അത് വിതരണം ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മള് ഗ്രോസറി ആണത് റേഷനിലൊക്കെ നൽകുന്നത് പോലെ അശ്വതി ഇട്ടേണ്ട്. ഓക്കെ, നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മറ്റേത് റിക്വസിഷൻ സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ പറയാം, നമ്മൾ ചില മരുന്നുകളൊക്കെ ഓർഡർ കൊടുക്കൂലേ, നമ്മളെപ്പോ ചെന്നാലും അവിടെ മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാവുന്നില്ല. ചില പ്രത്യേക മരുന്നുകൾ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഓർഡർ കൊടുക്കുന്നതിന്റെ അനുസരിച്ച്, ഇപ്പൊ എനിക്ക് എല്ലാ മാസത്തിലും ആ മരുന്ന് വേണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ അവിടെ പോയി ഓർഡർ കൊടുക്കാം അല്ലെ, ഈ ഇന്ന. അപ്പൊ ഒരു റെഗുലർ അത് നമുക്ക് ഡെയിലിയോ അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ അത് ആ ഒരു എല്ലാ ടൈമിലും അവിടെ അവൈലബിൾ ആയിരിക്കും. അത് നമ്മുടെ ഓർഡർ അനുസരിച്ച് അവിടെ ആ മരുന്ന് കൊണ്ടുവന്ന് വെക്കുന്നത്. മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചില മരുന്നുകളൊക്കെ അങ്ങനെയുണ്ട് അല്ലെ, നമ്മൾ എപ്പോ ചെന്നാലും അത് അധികം അവർ സ്റ്റോക്ക് ചെയ്യാത്ത തരത്തിലുള്ള മരുന്നില്ലേ ഫ്രിഡ്ജിൽ വെക്കേണ്ടത്, അധികം സ്റ്റോക്ക് ചെയ്യാത്ത അധികം ചെലവ് വരാത്ത രീതിയിലുള്ള മരുന്നുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിന്റെ അനുസരിച്ചായിരിക്കും അവരവിടെ മരുന്ന് കൊണ്ടുവന്ന് വെക്കുന്നത്. എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യുക, ഇപ്പൊ എല്ലാ മാസത്തിലും നമ്മളത് വേണമെങ്കിൽ നമുക്കത് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ആ മാസത്തില് അവരത് കൊണ്ടുവന്ന് വെക്കും. അത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിന് ഒരു ഒന്ന് കണക്ട് ചെയ്ത് പറയാം. ഗ്രോസറി ഇതുപോലെ തന്നെ നമുക്ക് അതിന് ആ കണ്ടന്റ് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ ഓരോ യൂസേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ പീരീഡില് സ്പെസിഫിക് പീരീഡില് സ്യൂട്ടബിൾ ഇന്റർവെൽസിൽ അത് അവിടെ ഡെലിവർ ചെയ്യുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് റേഷൻ നൽകുന്നത് പോലെ നിങ്ങൾ വായിച്ചില്ലേ. ഓക്കെ, അതുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് ക്വാട്ട സിസ്റ്റം, നാലാമത്തെയാണ് ക്വാട്ട സിസ്റ്റം. അതെവിടെ എങ്ങനെയാ, pre-arranged stock level of different items for each user which are maintained by delivery personnel from CSSD through frequent deliveries. ഇതെങ്ങനെയാന്ന് നോക്കിയേ, അത് ഓരോ യൂണിറ്റിനും വ്യത്യസ്ത ഇനങ്ങളുടെ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവലാണ്. അവിടെ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവലുകൾ അവിടെ ആരാ ഡെലിവറി ചെയ്യണേ, CSSDയിൽ നിന്നുള്ള ഡെലിവറി പേഴ്സണലുകൾ അവരുടെ ഫ്രീക്വന്റ് ഡെലിവറി, അവരുടെ പതിവ് ഡെലിവറികൾ വഴി പരിപാലിക്കുന്നു. അതായത് അവര് ആ പതിവായിട്ട് ആ CSSDയിലെ പേഴ്സണൽസ് ഡെലിവറി ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണത്. ഓക്കെ, പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ ഓരോ യൂണിറ്റിലേക്കും വ്യത്യസ്ത ഇനങ്ങളുടെ മുൻകൂട്ടി ക്രമീകരിച്ച് വെച്ചേക്കുന്നതാണ്. അത് അങ്ങനെ ഇന്ന യൂണിറ്റിലേക്ക് ഇന്ന കൊടുക്കണം എന്നുള്ളത്.
അപ്പൊ അങ്ങനെ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവല് CSSD-യിൽ നിന്നുള്ള ഡെലിവറി പേഴ്സണൽസ് അവരുടെ പതിവ് ഡെലിവറികൾ വഴി പരിപാലിക്കുന്നു. ഇത് നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നോടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തേല് നമുക്ക് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമുണ്ട്. നമുക്ക് ഏത് ടൈം എക്സ്ചേഞ്ചിലും നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിൾ, അത് ഏത് എഴുതാം നമുക്ക്? ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ അത് നോക്കിയാൽ മതി. നോക്കിയേ, CSSD ഇഷ്യൂ കൗണ്ടർ ഇൻ എക്സ്ചേഞ്ച് ഫോർ എ യൂസ്ഡ് വൺ അറ്റ് എനി ടൈം. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല. അങ്ങനത്തെ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. രണ്ടാമത്തെ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ്. അപ്പൊ നമുക്കറിയാലോ റിക്വസിഷൻ സിസ്റ്റം ആണ്. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡ് ബൈ ദ യൂസേഴ്സ്. ഓക്കെ, ഇനി അടുത്ത ഗ്രോസറി സിസ്റ്റത്തിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അവിടെ എന്താ, കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെയാണ് ആ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് സ്പെസിഫിക് പീരീഡില് സ്യൂട്ടബിൾ ഇന്റർവെൽസിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSSD-യിലുള്ള പതിവ് ഡെലിവറി പേഴ്സണൽസ് അവരുടെ പതിവ് ഡെലിവറികൾ വഴി മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവൽസ് ഓരോ യൂണിറ്റിലേക്കും എന്താണ് അത് നിശ്ചിത സമയത്ത് അവര് എന്ത് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു? ഈ സ്റ്റേറ്റ്മെന്റ്, അപ്പൊ അതായത് ഇത് താഴെ തരും, ആൻസർ അവിടെ ഇല്ലേ, അത് തന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആൻസർ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. ഏതൊക്കെയാ 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? ഏതാ? ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. അതിനകത്ത് അത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഏതിലാണ്, ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്, അതിന്റെ പേര് പഠിച്ചു വെക്കുക. അതിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ആൻസർ അവിടെ കിടക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് അത് ഏതിന് വരുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ആണ്. ഇനി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് നിരീക്ഷിക്കേണ്ട കാര്യങ്ങള്, ഭരണപരമായിട്ടുള്ള നിരീക്ഷണം. അപ്പൊ എല്ലായിടത്തും അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? എന്താണ് റംഷീന എന്താ പറഞ്ഞേ? ഞാൻ ശ്രദ്ധിച്ചില്ല, മെസ്സേജ് എന്തായിട്ടെ? ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറഞ്ഞത്. സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, CSSD നമ്മൾ ഹോസ്പിറ്റലിലെ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് പഠിച്ചില്ലേ? അതിനകത്തത് ഹോസ്പിറ്റലിന്റെ വിത്തിൻ ദ ഹോസ്പിറ്റൽ നോക്കിയ സെക്കൻഡ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോകുന്നപ്പോ കണ്ടോ, CSSD കൺസിസ്റ്റ് ഓഫ് ദോസ് സർവീസസ് വിത്തിൻ എ ഹോസ്പിറ്റൽ. കണ്ടോ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു സർവീസ് ആണ് CSSD. ഇനി അടുത്തതിനകത്ത് നമ്മൾ പറയുന്നത്, ഇനി ഇവിടെ അഡ്മിനിസ്ട്രേഷൻ, അതായത് നമ്മൾ ഭരണപരമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്ത് നിന്ന് എന്താണ് ക്വാട്ട സിസ്റ്റം പറഞ്ഞപ്പോൾ ഡൗട്ട് വന്നു. എന്താണ് ക്വാട്ട സിസ്റ്റത്തിന് കുഴപ്പം? അതായത് അവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ആ CSSD-യിലുള്ള ഡെലിവറി പേഴ്സണൽസ് ആണ്, അത് അവരുടെ പതിവായിട്ട് അവർ ഡെലിവറി ചെയ്യുന്ന കാര്യം. പതിവ് ഡെലിവറികൾ വഴി മുൻകൂട്ടി അറേഞ്ച് ചെയ്ത സ്റ്റോക്ക് ലെവൽസ് ഓരോ യൂണിറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപരമായിട്ടുള്ള നിരീക്ഷണം എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക. വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ, അതായത് തൊഴിൽ പരിശീലനത്തിന് അവിടെ എന്ത് ചെയ്ത് ഓവർസീൻ എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ആണ് വർക്ക് പ്രാക്ടീസുകൾ, അതായത് നമ്മൾ തൊഴിൽ പരിശീലനത്തിന് മേൽനോട്ടം വഹിക്കുന്നു. ഇനി written policy procedure must be strictly followed by all personnel responsible and accountable for sterilizing and disinfecting items and for handling sterile supplies. അപ്പൊ നമ്മൾ എന്താ അവിടുത്തെ ഈ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അഡ്മിനിസ്ട്രേഷൻ നിരീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അവിടുത്തെ CSSD-യിലുള്ള വർക്ക് പ്രാക്ടീസ് തൊഴിൽ പരിശീലനത്തിന് ഒരു മേൽനോട്ടം വഹിക്കുന്നു. ഇനി അവിടെ റിട്ടേൺ പോളിസി പ്രൊസീജിയേഴ്സ് ഇല്ലേ, ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ അവർക്ക് ഒരു പോളിസി ഉണ്ടാവും.
ഓരോ നയങ്ങൾ ഉണ്ടാവും, അവര് ഫോളോ ചെയ്യണ്ടേ, അവര് ആ CSSD ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്ത് പോകുന്ന പ്രൊസീജിയേഴ്സ്, പോളിസി പ്രൊസീജിയേഴ്സ്, അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട പേഴ്സണൽ റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസിങ് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് ഐറ്റം. അപ്പൊ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അവര് അത് നോക്കണം. When policies procedure must be strictly followed by all personnel responsible. അതിന് ഉത്തരവാദിത്തമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ആ പോളിസികൾ, അവരുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെയ്യണം. അവരത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. ആൻഡ് അക്കൗണ്ടബിൾ, ഉത്തരവാദിത്വം, അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഉണ്ട്. ഫോർ സ്റ്റെറിലൈസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ഐറ്റം. സ്റ്റെറിലൈസിങ് ഡിസിൻഫെക്ഷൻ ചെയ്ത ഐറ്റംസ് ഇല്ലേ, അതിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക്. സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവണം. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് അതിനൊരു സമാധാനം അവിടെ കൊടുക്കണം. അവർക്കുടെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. And accountable for sterilizing and disinfecting item. Sterilizing ചെയ്ത ഡിസിൻഫെക്ഷൻ ഐറ്റത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക്. And for handling sterile supplies. സ്റ്റെറിലൈസ് ചെയ്ത സപ്ലൈകളുടെ കൈകാര്യം, അതിനൊക്കെ എന്തുണ്ട് അവർക്ക്, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വം ഉണ്ട് അവര്. If the sterility cannot be attained or maintained. ഇനി ആ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിലോ, അറ്റൈൻഡ് ഓർ മെയിൻറ്റെയിൻ, അത് ശരിയായില്ലെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, ദ സിസ്റ്റം ഹാസ് ഫോയിൽഡ്. ദ സിസ്റ്റം എന്ത് ചെയ്യുന്നു, പരാജയപ്പെട്ടു പോകും. അല്ലെ, നമ്മൾ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ cannot be attained or maintained, അത് സ്റ്റെറിലൈസേഷൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ സിസ്റ്റം ഫോയിൽഡ് ആവും, പരാജയപ്പെട്ടു പോകും. ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വെറുതെ ആകും. അല്ലെ, സ്റ്റെറിലിറ്റി നമ്മള് നല്ല രീതിയിൽ തന്നെ അത് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ താഴെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, പോയിന്റ്സ് ആയിട്ട് തന്നെയുണ്ട്. അപ്പൊ അതിനകത്ത് ഇവിടെ ഈ പോയിന്റ്സിലൊക്കെ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പോയിന്റ്സ് ഏതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്ന് ചോദിക്കാം. അതിനകത്ത് ഫസ്റ്റത്തെ പോയിന്റ് നോക്കിയേ, ഡീകണ്ടാമിനേറ്റിംഗ്. ഡീകണ്ടാമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡീകണ്ടാമിനേറ്റിംഗ് അണുവിമുക്തമാക്കുക. ഓക്കെ, അണുവിമുക്തമാക്കുക. ടെർമിനലി സ്റ്റെറിലൈസിംഗ്, തീവ്രമായിട്ട് നല്ല രീതിയിൽ തീവ്രമായി സ്റ്റെറിലൈസേഷൻ ചെയ്യുക. ടെർമിനലി സ്റ്റെറിലൈസേഷൻ. And cleaning all reusable items of disposable items. ഇനി നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള, അതായത് പുനരുപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റം, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് നമുക്ക് ഇനി റീയൂസബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. അതെല്ലാം അങ്ങനെയല്ലേ ചെയ്യണത്. നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് ഇനി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എന്ത് ചെയ്യണം, അവിടെ നമ്മള് ഡീകണ്ടാമിനേറ്റ് ചെയ്യണം, അണുവിമുക്തമാക്കണം. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്ന കാര്യമാണ്. എന്താണ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് ഇനി റീയൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും എന്ത് ചെയ്യണം, ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ടെർമിനലി സ്റ്റെറിലൈസേഷൻ, നമ്മൾ അതിതീവ്രമായിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യണം. ഇനി അടുത്തത് എന്താ, രണ്ടാമത്തെ പോയിന്റ് എന്താ, പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റം. ഇതിന്റെ പാക്കേജിങ് ആൻഡ് ലേബലിംഗ്, ഓരോന്നും ഐറ്റം ലേബൽ ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്നതാണ് പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റം. അടുത്ത് നോക്കിയേ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ എങ്ങോട്ട് നമ്മൾ കയറ്റവും ഇറക്കവും ഒക്കെ ചെയ്യുക. ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ CSSDയിലേക്ക് കൊണ്ടുവരികയോ അവിടെ നിന്നൊക്കെ അൺലോഡ് ചെയ്യുക. ഓക്കെ,
ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. നെക്സ്റ്റ് പോയിന്റ് എന്താ? സ്റ്റെറിലൈസർ പ്രവർത്തിപ്പിക്കുക. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ പ്രവർത്തിപ്പിക്കുക. അടുത്ത നോക്കിയേ, ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. ഞാൻ ശ്രദ്ധിച്ച്, ഡിസ്പ്ലേ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേ ചെയ്യുക, പ്രദർശിപ്പിക്കുക. പ്രദർശിപ്പിക്കുക, ഡിസ്പ്ലേയിങ്. ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിള് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകള് പ്രദർശിപ്പിക്കുക, ഡിസ്പ്ലേ ചെയ്യുക. ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. ഈച്ച് സൈക്കിൾ എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകള് എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കുക. നെക്സ്റ്റ് നോക്കിയേ, അഡ്ഹിയറിംഗ്. അഡ്ഹിയർ ചെയ്യാന്ന് വെച്ചാൽ പരിപാലിക്കുക. അഡ്ഹിയറിംഗ്, പരിപാലിക്കുക. അഡ്ഹിയറിംഗ്, പരിപാലിക്കുക. എന്ത് പരിപാലിക്കണം? ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ. അപ്പൊ ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എല്ലാ അപകടങ്ങളും ഒക്കെ വരാതെ സേഫ്റ്റി മെഷേഴ്സ്, നമ്മൾ സുരക്ഷാ നടപടികൾ, അതുപോലെ തന്നെ നമുക്ക് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോളുകളൊക്കെ ഇന്ത്യയൊക്കെ പരിപാലിക്കുക. ആളുകളുടെ ആയിക്കോട്ടെ, എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ആണെങ്കിലും നമുക്കത് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ, പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോളുകൾ, സുരക്ഷാ നടപടികളും പ്രതിരോധ പരിപാലന നയങ്ങളും പ്രോട്ടോകോളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ മെഷീൻസിന്റെ ഇതിന്റെ സ്റ്റെറിലൈസറിന്റെ ഒക്കെ ആണെങ്കിലും അതിന് നമുക്ക് വേറെ ദോഷമൊന്നും വരാത്ത രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ്, അതിന്റെ മെയിൻ്റനൻസിനൊക്കെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോളുകൾ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എല്ലാവരും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അങ്ങനെയുള്ള പ്രോട്ടോകോളുകളൊക്കെ പരിപാലിക്കുക. അടുത്തത് സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റം. സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് സ്റ്റോർ ചെയ്യുക. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്, ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. ഉപയോഗത്തിന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഐറ്റം, സ്റ്റെറിലൈസ് ചെയ്ത് ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന തയ്യാറാക്കിയിട്ടുള്ള ഐറ്റംസ് കൈകാര്യം ചെയ്യുക. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ഐറ്റംസ് അത് എന്ത് ചെയ്യുക? ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് നോക്കി, മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. ഈ ഒരു സ്റ്റെറിലൈസ് ചെയ്ത ഒരു ഫീൽഡ്, അതിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. ഓക്കെ, നടത്തുന്നു. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്ത സ്റ്റെറൈൽ ഫീൽഡിലേക്ക്, അണുവിമുക്തമായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് നമ്മൾ സ്റ്റെറൈൽ നമുക്ക് അണുവിമുക്തമാക്കി തന്നെ അതോടുകൂടി തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങോട്ടേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. അപ്പൊ ഇത്രയും അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്നതാണ്. അപ്പൊ അതിനകത്ത് എന്താ, അതിന്റെ കീഴിൽ വരുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, വായിച്ചു നോക്കിയാൽ കിട്ടാവുന്ന പോയിന്റ്സ് ഉള്ളൂ, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്. ഓക്കെ, എല്ലാ റീയൂസബിൾ ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പോസിബിൾ ഐറ്റത്തിൽ നിന്ന് ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, പുനരുപയോഗിക്കാൻ പറ്റുന്ന റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുക? നമ്മൾ അണുവിമുക്തമാക്കുക. ഡീകണ്ടാമിനേറ്റീവ്, ടെർമിനേറ്റീവ്, സ്റ്റെറിലൈസേഷൻ. അടുത്തത് പാക്കേജിങ് ആൻഡ് ലേബലിംഗ്. ഐറ്റങ്ങൾ പാക്കേജ് ചെയ്യുക, അത് ലേബൽ ചെയ്യുക. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക. Then sterilizer പ്രവർത്തിപ്പിക്കുക, ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. Then displaying and keeping record of each cycle. ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെയും ആ റെക്കോർഡ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുകയും അത് പ്രദർശിപ്പിക്കുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുക. പിന്നെ അടുത്തത് സേഫ്റ്റി മെഷേഴ്സ് പരിപാലിക്കുക. ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ. സേഫ്റ്റി മെഷേഴ്സ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോളും പരിപാലിക്കുക. ദെൻ സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യുക. പിന്നെ അടുത്തത് ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റം റെഡി ഫോർ യൂസ്. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗത്തിന് തയ്യാറാക്കിയിട്ടുള്ള ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റെറിലൈസ് ചെയ്ത സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. ഓക്കെ, 10 അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്നതാണ്.
ഇനി അടുത്ത ലാസ്റ്റ് ഒരു സെക്ഷനും കൂടി ഉള്ളൂ നമ്മുടെ ആ ചാപ്റ്റർ തീരുവാണ്. ജോബ് റെസ്പോൺസിബിലിറ്റി. ഓരോരുത്തരും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. മിക്ക ചാപ്റ്റേഴ്സിലും നമുക്ക് ഇതൊരു റെസ്പോൺസിബിലിറ്റി ഓരോരുത്തരും എന്തൊക്കെയാ പഠിക്കുന്നത്. ബ്ലഡ് ബാങ്കിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ബ്ലഡ് ബാങ്ക് മാനേജറിനെ പഠിച്ചില്ലേ, അതുപോലെ ഇതിനകത്ത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSSD മാനേജർ ഓർ ഇൻചാർജ്. മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഇതിൽ നിന്നും നിങ്ങൾ ചോദിക്കാൻ ചാൻസ് എന്താ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSSD മാനേജർ? Which of the following is included in the job responsibility of CSSD manager? ഈ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ ചോദിക്കാം. അതൊന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. രണ്ടും പഠിച്ചു വയ്ക്കണം, ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളാണ്, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ CSSD മാനേജർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ പോയിന്റ് നോക്കിയേ, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. CSSDയുടെ മൊത്തത്തിലുള്ള ഓവറോൾ എന്ന് വെച്ചാൽ എന്താ, മൊത്തത്തിലുള്ള ഒരു മേൽനോട്ടം, എല്ലാ കാര്യങ്ങളും CSSDയുടെ ഉള്ളിൽ നടക്കുന്ന, ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓവറോൾ സൂപ്പർവിഷൻ. ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. ക്ലിയർ അല്ലേ? CSSDയിലെ മൊത്തത്തിലുള്ള മേൽനോട്ടം, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. എന്താണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്? ഡിസ്പ്ലേ ചെയ്യുക, പ്രദർശിപ്പിക്കുക. സ്റ്റെറിലൈസേഷൻ പ്രോസസ് പ്രദർശിപ്പിക്കുക, ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത നോക്കിയേ, സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു മേൽനോട്ടം വഹിക്കുക, ഗൈഡ് ചെയ്യുക, അതുപോലെ അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ അതൊക്കെ കൊടുക്കാം, ട്രെയിനിങ്ങുകൾ കൊടുക്കാം സ്റ്റാഫിന്. സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. നെക്സ്റ്റ് നോക്കിയേ, നാലാമത്തെ പോയിന്റ് എന്താ, ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ജോലി സമയ പട്ടികകളില്ലേ, ജോലി ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഷിഫ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകളും ഒക്കെ എന്ത് ചെയ്യുക, ഡയറക്ട് ചെയ്യുക, നിയന്ത്രിക്കുക. ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്, ജോലി സമയ പട്ടിക, ഡ്യൂട്ടി റോസ്റ്റർ, ജോലി സമയ പട്ടിക ആൻഡ് റെക്കോർഡ്സ്. Then next point നോക്കിയേ, അലോട്ടിംഗ് റിസോഴ്സസ്. അലോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അനുവദിക്കുക. അലോട്ടിംഗ് റിസോഴ്സ്, അതിന് വേണ്ട, അപ്പൊ CSSDയിലേക്ക് വേണ്ട റിസോഴ്സുകൾ എന്തൊക്കെ കാര്യങ്ങളാണ്, അതിന്റെ ഉറവിടങ്ങള്, അതിന്റെയൊക്കെ വിഭവങ്ങളാണ് വേണ്ടത്, അതെല്ലാം എന്ത് ചെയ്യണം, അനുവദിക്കുക. അലോട്ടിംഗ് റിസോഴ്സുകൾ അനുവദിക്കുക. ഇനി നോക്കി, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ, കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ്. സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞാൽ എന്താ, സൂക്ഷ്മമായി പരിശോധിക്കുക, സൂക്ഷ്മമായി പരിശോധിക്കുക. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. അതായത് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ, അതിന്റെ ആ നമ്പർ, സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ നമ്പർ സൂക്ഷ്മമായി പരിശോധിക്കുകയും നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ, കോസ്റ്റ് ചുരുക്കുന്നതിനുമുള്ള, അവിടെ ചെലവ് കുറയ്ക്കുന്നതിനുമുള്ള, കൺട്രോൾ ചെയ്യുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ എണ്ണം കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ എണ്ണം സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് തന്നെ അവിടെ ചിലവ് ചുരുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക. ലാസ്റ്റത്തെ പോയിന്റ് എന്താ, ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. സപ്ലൈകളുടെയും കൺസ്യൂമബിൾസ് എന്ന് വെച്ചാൽ എന്താ, ഉപഭോഗ വസ്തുക്കൾ, സപ്ലൈകളുടെയും ഇൻവെന്ററി, ഒരു നിയന്ത്രണം വേണം. വിവരപ്പട്ടികളൊക്കെ എന്താ, ഒരു നിയന്ത്രണം വേണം. അവിടെ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്,
അതിന്റെയൊക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റ്, അതിന്റെയൊക്കെ ഒരു നിയന്ത്രണം നമ്മൾ വേണം. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ബൈഹാർട്ട് ചെയ്ത് ആരും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഇതിന് ജോബ് റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലെങ്കിൽ അല്ലയോ എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേ, മൊത്തത്തിലുള്ള CSSDയുടെ മേൽനോട്ടം, എല്ലാ കാര്യങ്ങളും CSSDയുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാം ഓവറോൾ സൂപ്പർവിഷൻ, മൊത്തത്തിലുള്ള മേൽനോട്ടം. പിന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ഡിസ്പ്ലേ ചെയ്യുക, പിന്നെ സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക. പിന്നെ അടുത്ത ജോലി സമയ പട്ടികകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകളൊക്കെ ഡയറക്റ്റ് ചെയ്യുക, പിന്നെ റിസോഴ്സുകൾ അനുവദിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ സൈക്കിള് സൂക്ഷ്മമായി പരിശോധിക്കുകയും നമുക്ക് കോസ്റ്റ് കൺട്രോൾ മെഷർ, ചെലവ് ചുരുക്കുന്നതിനുള്ള നടപടികൾ നോക്കുക. പിന്നെ അടുത്തത് ലാസ്റ്റ് പോയിന്റില് നമ്മള് എന്താ പറഞ്ഞേക്കുന്നത്, കൺസ്യൂമബിൾസ്, ഉപഭോഗ വസ്തുക്കളുടെയും സപ്ലൈകളുടെയും ഒരു നിയന്ത്രണം വേണം. അത്രയും കാര്യങ്ങളാണ് അവിടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തിട്ടേ നിങ്ങളുടെ ടെക്സ്റ്റില് ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ആണ്, അതും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 4 പേര് പഠിക്കണം. ഓരോന്നും അവിടെ ആൻസർ അവിടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആൻസർ ഉണ്ട്, നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ വരുന്നത് ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് അല്ലെങ്കിൽ അതിനകത്ത് വരുന്നത് ഏത് എന്നുള്ളത് അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് അതായത് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ആ വിവര പട്ടികകളൊക്കെ നമ്മൾ ആ CSSDയിലേക്ക് വരുന്ന നമ്മളൊക്കെ സപ്ലൈ ചെയ്യുന്നതും നമ്മളത് എന്താ അതിന് വേണ്ടി വാങ്ങുന്ന സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ടും നമ്മളതൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാകാം, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള ഓട്ടോക്ലേവ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ളതിന്റെയൊക്കെ ഒരു ഇൻവെന്ററി, ഒരു വിവര പട്ടികകൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെയൊക്കെ ഒരു മാനേജ് ചെയ്യുക. എത്രത്തോളം സാധനങ്ങൾ ഇങ്ങോട്ട് നമ്മൾ അതിനു വേണ്ടി ആ CSSDയിലേക്ക് നമ്മൾ വാങ്ങുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ഓരോന്നൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിവയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൊത്തം ഒരു മാനേജ്മെന്റ് ആണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു ചാപ്റ്ററും കൂടി കഴിഞ്ഞു കേട്ടോ. ഏതൊക്കെയാ നമ്മൾ എടുത്തേ? ഇൻട്രൊഡക്ഷൻ എടുത്തു, ഹിസ്റ്ററി എടുത്തു. ഫസ്റ്റ് മൊഡ്യൂളിലെ 2 ചാപ്റ്റർ. പിന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒറ്റ ചാപ്റ്റർ നമ്മളില്ല, നമ്മൾ പിന്നെ ഇനി സെക്കൻഡ് മൊഡ്യൂളിലെ ഫുള്ള് ഓൾമോസ്റ്റ് നമുക്ക് കുറെ ചാപ്റ്ററുകൾ കവർ ചെയ്യാണ്ട് നേരെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ 4ാമത്തെ ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് എടുത്തു. അടുത്തത് 5ാമത്തെ CSSD ആണ് ഇപ്പൊ നമ്മൾ തീർത്തത്. ഓക്കെ, ബ്ലഡ് ബാങ്ക് CSSD. ഇനി അടുത്ത ചാപ്റ്റർ റേഡിയോളജി ആണ്. ആരെങ്കിലും ഒക്കെ റേഡിയോളജിയിൽ വർക്ക് ചെയ്യണ്ടോ? നിങ്ങളുടെ മുന്നത്തെ രാവിലത്തെ ബാച്ചിൽ ഒരു കുട്ടി സഫീറ, നിങ്ങൾ അറിയോന്ന് അറിയില്ല, ആ കുട്ടി അവിടെ റേഡിയോളജിയിലാണെന്ന് പറഞ്ഞത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആരെങ്കിലും റേഡിയോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനൊന്ന് ഷെയർ ചെയ്തിടട്ടെ കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ചോദിച്ചതാണ്. റേഡിയോളജിയിലൊക്കെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് റേഡിയോളജിയിൽ എന്താണെന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന് ഷെയർ ചെയ്തിട്ടോ കേട്ടോ. അടുത്ത ചാപ്റ്റർ ജസ്റ്റ് നമുക്ക് തുടങ്ങി വെക്കാം അവിടെ. റേഡിയോളജിയിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ പിന്നെ പോയിട്ടുള്ളവരാണ് റേഡിയോളജിയിൽ അല്ലെ. നമ്മൾ പല കാര്യത്തിന് വേണ്ടിയിട്ട് പല ഇതിനായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഞാൻ ഈ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്.
റേഡിയോളജിനെ കുറിച്ച് കൂടുതൽ പറയണ്ട, മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പോയിട്ടുണ്ടാവും അല്ലെ. എന്താ അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളവിടെ ഇപ്പൊ നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിനെ നമ്മൾ പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സിനെയൊക്കെ ആണെങ്കിലും സംബന്ധിച്ച് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ശരിക്കും റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒന്ന് വീണു, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, നമ്മൾ കൈക്ക് ഭയങ്കര വേദന, അത് പെട്ടെന്ന് കൈക്ക് നീര് വന്നു, നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ എന്ത് പറയും, ആദ്യം എക്സ്റേ എടുക്കണം എന്ന് പറയും. എക്സ്റേ എടുത്ത് കഴിഞ്ഞ് നോക്കി കഴിയുമ്പോഴാണ് ഡോക്ടറിന്, അല്ലാതെ ഡോക്ടറിന് പുറത്ത് നിന്ന് നോക്കി അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റൂല അല്ലെ, എവിടെയാണ് എന്താ പറ്റിയത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റൂല. അപ്പൊ നോക്കും, എക്സ്റേ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ എല്ലിന്റെ ആണ് അല്ലെ, അപ്പൊ അതിനകത്ത് ബോൺസിന് എന്തെങ്കിലും പൊട്ടുണ്ടോ, ബ്രേക്കേജ് ആണോ, എവിടെയാണ് കറക്റ്റ് പൊട്ടല്, അല്ലെങ്കിൽ സ്ക്രാച്ച് ആണോ, എന്താണ് എന്നുള്ള സംഭവം കറക്റ്റ് നമുക്ക് നേരെ കാണാൻ പറ്റും. അത് ശരിക്കും ഒരു ഇമേജിംഗ് സർവീസ് ആണ്, നമുക്ക് നേരെ. അല്ലാതെ നമ്മൾ എത്ര പുറമേ നോക്കിയാലും നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സപ്പോർട്ടീവ് സർവീസ് ഡോക്ടേഴ്സിനെ. അപ്പൊ ഡോക്ടേഴ്സ് ശരിക്കും ഈ ഒരു ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആയി, നമുക്ക് എന്തെങ്കിലും ആദ്യം അത്ര ഇതില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സ്കാനിങ് പറയൂ അല്ലെ, സ്കാൻ ചെയ്യാൻ പറയൂലേ അല്ലെ. നമ്മൾ വയറുവേദനയായിട്ട് ചെല്ലുമ്പോൾ തീരെ വേദനയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നോർമൽ ആണെങ്കിൽ ഒരു മെഡിസിൻ എന്തെങ്കിലും തന്നു വിടും, അല്ലെങ്കിൽ ഡോക്ടർ അപ്പൊ തന്നെ പറയും എന്ത് ചെയ്യണം, സ്കാൻ ചെയ്യാൻ പറയും അല്ലെ. സ്കാൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, വയറിന്റെ ഉള്ളിൽ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തിന്റെയാണെന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായോളൂ. അതായത് നമുക്ക് പുറമേലേക്ക് നോക്കി അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇമേജിംഗ് സർവീസ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് ഇതിന്റെ സർവീസ്, ഇതിന്റെ ഒരു റേഡിയോളജിയുടെ ഒരു ഹെൽപ്പോട് കൂടിയാണ് പല രോഗങ്ങളും മനസ്സിലാക്കുന്നതും അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് തരുന്നത് അല്ലെ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് യൂസസ് ഇമേജിംഗ് ടെക്നോളജി ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. എന്നാണ് ശരിക്കും റേഡിയോളജി എന്ന് പറയുന്നത്. അവിടെ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, എന്നിട്ട് എന്താണ് രോഗം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നു, അതനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റും എന്ത് ചെയ്യുന്നു നമുക്ക് തരുക ചെയ്യുന്നത്. അതായത് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് നമുക്ക് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് തരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ, അതാണ് റേഡിയോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ എന്തായാലും റേഡിയോളജിയിൽ കയറിയിട്ടുണ്ട്, എക്സ്റേ സ്കാനിങ് ഒക്കെ ചെയ്തവരുണ്ടല്ലോ അല്ലെ, എക്സ്റേ ചെയ്തവരുണ്ട്, സ്കാനിങ് ചെയ്തവരുണ്ട്, പല പല ഇമേജിംഗ് ടെക്നോളജികൾ നമ്മൾ സാധാരണ നോർമൽ ഇപ്പൊ പ്രഗ്നന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ടാ പറയുന്നത്. മറ്റേതൊക്കെയാന്ന് വെച്ചാൽ റേഡിയേഷൻസ് കുട്ടിക്ക് ദോഷമാവും, അതുകൊണ്ട് CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ, അതൊക്കെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക, റേഡിയോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് എന്താ, ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുകയും അതുപോലെ അതിനൊരു ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് റേഡിയോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, അപ്പൊ നമുക്കൊന്ന് നോട്ട് ചെയ്തതാ കേട്ടോ. ഇത് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളാണ് ടെക്സ്റ്റിന്റെ അവിടെ ഒന്ന് നോക്കട്ടെ, ഒന്ന് എഴുതി വെച്ചോളൂ, ഒറ്റ സെന്റൻസ്. റേഡിയോളജി ഈസ് എ branch of medicine ഡെഫിനിഷൻ ഒന്നും എക്സാമിന് ഉണ്ടാവില്ല കേട്ടോ, ഡെഫിനിഷൻ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഡെഫിനിഷൻ തന്നിട്ട് അത് ഏത് സർവീസ് ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, ഡെഫിനിഷൻ ആയിട്ടില്ല. ഒറ്റ സെന്റൻസ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. റേഡിയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് യൂസസ് imaging technology to diagnose and treat disease. Radiology is a branch of medicine that uses imaging technology to diagnose and treat disease.
ഓക്കെ, അതായത് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ റേഡിയോളജി. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ എന്താണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്. എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെക്നോളജി. എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ, ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ നമുക്ക്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കിയേ. ഇൻട്രൊഡക്ഷൻ. Radiology department is an essential part of any hospital. ഏതൊരു ഹോസ്പിറ്റലിന്റെയും ഒരു എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ് റേഡിയോളജി എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇതായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു വളരെ എസെൻഷ്യൽ പാർട്ടാണ്, വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? എല്ലാ ഹോസ്പിറ്റലിലും ഇല്ലേ റേഡിയോളജി? എക്സ്റേ സ്കാനിങ് സംഭവങ്ങളൊക്കെ, അതില്ലാതെ നമുക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് അല്ല. ആദ്യം തന്നെ ഇത് നോക്കി ഇമേജിംഗ് ടെക്നോളജി ഇതിൽ ഏതാണോ എന്ന് വേണ്ടെന്ന് നോക്കിയിട്ട് എന്നിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് അല്ലെ? ശരിക്കും അങ്ങനെയല്ലേ? നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കി കണ്ട് നമുക്ക് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ, ട്രീറ്റ്മെന്റ് തരാനൊക്കെ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതാണ് ഹോസ്പിറ്റലിലെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. It is an essential part of any hospital. Okay, radiology department is an essential part of any hospital. ഏത് ഹോസ്പിറ്റലിന്റെ ആയാലും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം എസെൻഷ്യൽ, അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. റേഡിയോളജി is regarded as a branch of medicine that deals with radiant energy. Radiant energy എന്ന് പറഞ്ഞാൽ വികിരണോർജം. റേസുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? എക്സ്റേ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യും അല്ലെ? നമ്മുടെ കൈക്കൂടെ ഒരു ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തിങ്ങ് പോകും. റേഡിയന്റ് എനർജിയാണ്, വികിരണോർജം അവിടെയാണ് ഉപയോഗിക്കുന്നത്. റേഡിയന്റ് എനർജി ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജി. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഒരു ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഇമേജിംഗ് ടെക്നോളജി എക്സ്റേ, അൾട്രാസൗണ്ട്, CT, MRI ഇതൊക്കെ ഒരു എന്താണ് ഒരു ഇമേജിംഗ് ടെക്നോളജി ആണ്. അപ്പൊ ഈ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റിലും റേഡിയന്റ് എനർജി കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. മെഡിക്കൽ ഇമേജിംഗ് ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്. ഇനി മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്. നമ്മുടെ ബോഡിയുടെ ഭാഗങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ് അല്ലെ? ടിഷ്യൂകള് or organs for use in medical diagnosis, treatment and disease monitoring. മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, നമുക്ക് ഡിസീസ് മോണിറ്ററിങ്, ഡിസീസ് ഒക്കെ നിരീക്ഷിക്കുക എന്നിവയ്ക്കായിട്ട് ഒരു നമ്മുടെ ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂസ്, ഇന്റേണൽ പാർട്സ് എന്നിവയുടെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. അത് കൂടുതൽ ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ല അല്ലെ? നമ്മുടെ ബോഡി പാർട്സ്, ടിഷ്യൂ, ഓർഗൻ ഏത് ഭാഗമാണ്, വയറാണെങ്കിൽ വയറിന്റെ ഒരു വിഷ്വലൈസേഷൻ, അതാണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഫോർ യൂസിങ് മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസ് മോണിറ്ററിങ്. ചിലപ്പോൾ നമുക്ക് ഡിസീസ് മോണിറ്റർ ചെയ്യാനായിരിക്കും, ഏത് അസുഖം എന്ന് കണ്ടുപിടിക്കാനായിരിക്കും അല്ലെ? ഡയഗ്നോസ് ചെയ്യാനായിരിക്കും, രോഗം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിക്കില്ലേ അല്ലെ? പിന്നെ അതുപോലെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും നമുക്ക് ഉപയോഗിക്കണ്ടോ? ഈ ക്യാൻസർ, ഇതിലൊക്കെ റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ലേ? ക്യാൻസറിനൊക്കെ, ക്യാൻസർ കോശങ്ങളെയൊക്കെ റേഡിയേഷൻ ഉപയോഗിച്ച് കരിച്ചു കളയുന്നത്. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റിന്റെ ഭാഗം ആയിക്കോട്ടെ, ഡയഗ്നോസിന്റെ ഭാഗമായിട്ട് ആയിക്കോട്ടെ, നമ്മുടെ ബോഡി പാർട്സോ അല്ലെങ്കിൽ ടിഷ്യൂ, ഓർഗനൊക്കെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ഇതാണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നതാണ് എക്സ്റേ എന്ന് പറയുന്നത്. എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI, ഇത് നാലും
നമ്മൾ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ്. അതിൽ ഫസ്റ്റത്തെയാണ് എക്സ്റേ എന്ന് പറയുന്നത്. എക്സ്റേ മിക്കവർക്കടെ എടുത്തിട്ടുണ്ട് അല്ലെ? എന്തെങ്കിലും ഒരു ഇപ്പൊ പെട്ടെന്ന് വീണോ എന്താണെങ്കിലും എക്സ്റേ വളരെ അപൂർവം പേരൊക്കെയാണ് എടുക്കാത്തവരേ ഉള്ളൂ. ശരി, എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം? എക്സ്റേ ഈസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ. വേദന എടുത്തായിരുന്നോ? എക്സ്റേ എടുത്തവരോടാണ് ചോദിക്കുന്നത്. 4 എടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് 4 എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് മിനിയോട് ചോദിക്കാം അല്ലെ? ഇനി പറഞ്ഞു 4 എണ്ണം എടുത്തിട്ടുണ്ട്. എക്സ്റേ എടുത്തിട്ടുണ്ട്, അൾട്രാസൗണ്ട്, CT, MRI എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ശ്രീകുമാർ വിട്ടേണ്ട്. ഓക്കെ, എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിനിയോട് ഞാൻ ചോദിക്കാം. ഇനി എക്സ്റേക്ക് വേദന എടുത്തായിരുന്നോ? എക്സ്റേ എടുത്തപ്പോ വേദന എടുത്തായിരുന്നോ? ഇല്ല അല്ലെ? ആർക്കെങ്കിലും എക്സ്റേ എടുത്തവർക്ക് വേദന എടുത്തോ? ഇല്ല. ഒരു ലൈറ്റ് അതിൽ കൂടെ പാസ് ചെയ്യും. ഇപ്പൊ നമ്മുടെ കൈയുടെയാണ് നമുക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ കൈ അവിടെ വെച്ച് കഴിയുമ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും എന്നല്ലാതെ ഒരു വേദനയൊന്നുമില്ല. നോക്കിയേ, അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ? എക്സ്റേ ഈസ് എ റാപ്പിഡ് എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പെയിൻ ഫ്രീ പ്രൊസീജിയർ. വേദന ഇല്ലാത്തൊരു പ്രൊസീജിയറാ. ഒരു വേദന എടുക്കില്ല. ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി, പെക്യുലിയർലി ദ ബോൺസ്. പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യത്തിൽ. അപ്പൊ എല്ലുകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്? ഏത് ഇമേജിംഗ് ടെക്നോളജി യൂസ് ചെയ്യണത്? ഏത് ഇമേജിംഗ് ടെക്നോളജി യൂസ് ചെയ്യണത്? എക്സ്റേ. അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എക്സ്റേ. Which of the following imaging technology is used to observe bones? ഏതാണ്? ബോൺസുകൾ നിരീക്ഷിക്കാൻ, എല്ലുകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഏത് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിക്കാം? എക്സ്റേ ഉണ്ടാവും, അൾട്രാസൗണ്ട് ഓപ്ഷൻ ബിയിൽ കിടക്കുന്നുണ്ടാവും, CT സ്കാനും ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. ചിലപ്പോ 4ാമത്തെ ഓപ്ഷന്റെ ഹോൾ ഓഫ് ദ ബോയ് എല്ലാവരും ഉണ്ടാവും. ബോൺസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു ഡൗട്ടും വേണ്ട, നമുക്ക് ആൻസർ എന്തെന്ന് എഴുതാം? എക്സ്റേ ആണ്. അതിലൊരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എക്സ്റേ ഈസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ that is done to create image of the structures within the body, peculiarly the bones. പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യത്തില്, എല്ലുകളുടെ കാര്യത്തില് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇമേജിംഗ് ടെക്നോളജിയാ പറയുന്നത്? എക്സ്റേ ആണ്. സാധാരണയായിട്ട് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, അസ്ഥിരോഗ വിഭാഗം, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എപ്പോഴും പറയുന്നതാണ് അല്ലെ? അസ്ഥികൾക്ക് എല്ലിനൊക്കെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് എക്സ്റേ ആണ് പറയുന്നത്. പിന്നെ അതുപോലെ ലങ്സിന്റെ വേണമെങ്കിൽ നമുക്ക് എക്സ്റേ എടുക്കാൻ പറയാം. എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിൽ നിന്നുള്ള ഡയറക്ഷൻ പിക്ചറേ കിട്ടുള്ളൂ അല്ലെ? എക്സ്റേ നേരത്തെയൊക്കെ നമുക്ക് എക്സ്റേയുടെ ഷീറ്റ് നമ്മുടെ കയ്യിൽ തരുമായിരുന്നു അല്ലെ? എക്സ്റേ എടുത്തിട്ട് ആ ഷീറ്റ് ഇപ്പോഴും ചിലരുടെ വീട്ടിലൊക്കെ ഇരിക്കണ്ടാവും, എക്സ്റേയുടെ ആ ഫിലിം ഷീറ്റ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ തരുന്നില്ല, പിന്നീട് കയ്യിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞത്. അന്ന് ഇപ്പൊ നമുക്ക് നേരെ ഇല്ല. നമ്മൾ എക്സ്റേ എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നാൽ മതി. ഡോക്ടറിന്റെ സ്ക്രീനിലെ കമ്പ്യൂട്ടറിൽ അവിടെ അത് വിസിബിൾ ആയിരിക്കും നമ്മുടെ എക്സ്റേയുടെ ഇതൊക്കെ. ഇപ്പൊ ഡയറക്റ്റ് കയ്യിൽ കൊണ്ട് കിടക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാം ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, എല്ലാം ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ കമ്പ്യൂട്ടറിൽ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ എക്സ്റേ നമ്മുടെ ഇതൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ. ബോൺസിന്റെ കാര്യത്തിൽ ഏത് ഇമേജിംഗ് ടെക്നോളജി ആണ് ഉപയോഗിക്കുന്നത് ചോദിക്കും. ഏതാണ്? എക്സ്റേ ആണ്. എക്സ്റേ ക്ലിയർ ആയോ? അത് റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട അല്ലെ? പെട്ടെന്ന് ചെയ്യാം, വേദനയൊന്നുമില്ല. പ്രത്യേകിച്ച് എല്ലുകളെ ഒബ്സർവ് ചെയ്യാനായിട്ട് എക്സ്റേ ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാം ഒക്കെ ജോയിൻ ചെയ്യും. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണെന്ന് തോന്നുന്നു അല്ലെ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.